ഇന്നെല്ലാവരും ഒറ്റ ശ്വാസത്തിൽ പറയുന്ന ഒരു കാര്യമാണ് യുവജനങ്ങളെക്കുറിച്ച്. അഭ്യസ്തവിദ്യരായ ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ചേക്കേറുന്നു. ഇവിടെ തൊഴിൽ സാധ്യതകളോ വരുമാന മാർഗങ്ങളോ ഇല്ല. മാത്രമല്ല ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ വളരെ വേദനിപ്പിക്കുന്നതുമാണ്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, PSC വ്യാജ നിയമനം, അയോധ്യ സംഭാവന കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള, സഹകരണ ബാങ്ക് കൊള്ള, രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ്, ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ്, ഇങ്ങനെ ദിവസവും സംരക്ഷണം ഒരുക്കേണ്ടവർ തന്നെ കൊള്ളക്കാരായി മാറുകയാണ്. തീർന്നില്ല, രാസലഹരിക്ക് അടിമകളായി അലയുന്ന നൂറുകണക്കിന് തൊഴിൽ രഹിതർ. ഇവിടെ പ്രയോജനപ്പെടുന്ന ഒരു കഥ ഞാൻ പറയാം. ഒരു ഗ്രാമത്തിൽ ഏറെ വിശ്വാസ്യത നേടിയ ഒരു കാവൽക്കാരുണ്ടായിരുന്നു. ഗ്രാമവാസികൾ മനസമാധാനത്തോടെ ഉറങ്ങിയിരുന്നത് തന്നെ ആ കാവൽക്കാരന്റെ ജാഗ്രതയിൽ അവർക്കുണ്ടായിരുന്ന വിശ്വാസം കൊണ്ട് മാത്രമായിരുന്നു. അവൻ കാവലുള്ളിടത്ത് കള്ളന് കടക്കാൻ കഴിയില്ല എന്ന് ഗ്രാമവാസികൾ പറയാറുണ്ടായിരുന്നു. ഒരു ദിവസം അത്യന്തം വേദനാജനകമായ ഒരു വാർത്ത പരന്നു. ഗ്രാമത്തിൽ നടന്ന ചില മോഷണങ്ങൾക്ക് പിന്നിൽ മറ്റാരുമല്ല ആ കാവൽക്കാരനാണെന്ന് തെളിഞ്ഞു. ആദ്യം ആരും വിശ്വസിച്ചില്ല. എന്നാൽ തെളിവുകൾ പുറത്തു വന്നതോടെ ഗ്രാമം മുഴുവനും നടുങ്ങി. അന്നു മുതൽ ജനങ്ങൾ കാവൽക്കാരനെ മാത്രമല്ല ആ സംവിധാനത്തെ മുഴുവൻ വെറുത്തു. രാത്രികളിൽ കാവൽ ശബ്ദം കേട്ടാലും ഗ്രാമവാസികൾ വാതിൽ തുറക്കാൻ ഇടമടിച്ചു. കാരണം അവരുടെ വിശ്വാസം നഷ്ടപ്പെട്ടിരുന്നു. ഗ്രാമത്തിലെ ഒരു വൃദ്ധൻ പറഞ്ഞു, ഒരു കള്ളൻ മോഷ്ടിച്ചാൽ ഒരു വീടിനായിരിക്കും നഷ്ടം, എന്നാൽ ഒരു കാവൽക്കാരൻ അഥവാ സംരക്ഷകൻ മോഷ്ടിച്ചാൽ ഒരു സമൂഹത്തെയും അത് രാജ്യത്തെയും ബാധിക്കും. ഇത് കേട്ട പുതിയ ഭരണാധികാരി ഒരു നിർണായക തീരുമാനമെടുത്തു. കുറ്റക്കാരനെ മാതൃകാപരമായി ശിക്ഷിച്ചു. മോഷ്ടിക്കപ്പെട്ട വസ്തുക്കൾ കണ്ടുകിട്ടി തിരികെ എത്തിച്ചു. ഇതാണ് ബൈബിളിന്റെയും സന്ദേശം. സക്കായി എന്ന ടാക്സ് കളക്ടർ അന്യായമായി സമ്പാദിച്ച സ്വത്തിന്റെ പകുതി ദരിദ്രന്മാർക്ക് കൊടുത്തു. ചതിവായി വാങ്ങിയിട്ടുള്ള വസ്തുവകളിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുത്തു. മാതൃക കാട്ടി. ലൂക്കോസ് സുവിശേഷം 19:1-10 വരെ വാക്യങ്ങൾ. പശ്ചാത്തപിക്കുകയും തിരുത്തുകയും വേണം. നീതി വെള്ളം പോലെയും നീതിമാന്മാർ ഒഴുകുന്ന അരുവ് പോലെയും കവിഞ്ഞൊഴുകട്ടെ. ആമോസ് 5-24 വാക്യം. നീതി ഒരു ജനത്തെ ഉയർത്തുന്നു, പാപമോ ജനങ്ങൾക്ക് അപമാനം. സദൃശ്യവാക്യങ്ങൾ 14-34. രക്ഷകർ വിശ്വസ്തനായാൽ സമൂഹവും രാജ്യവും സുരക്ഷിതരാകും. കൊള്ളക്കാരായാൽ സമൂഹവും രാജ്യവും അധോഗതി പ്രാപിക്കും. വേലി തന്നെ വിളവ് തിന്നാതിരിക്കട്ടെ. ഈ ചാനൽ ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക.